ാരമുള്ള ഒട്ടേറെ കഥകൾ പ്രവാസ കഥകളുടെ ശ്രേണിയിലേക്ക് ഞങ്ങളും സമർപ്പിക്കുന്നു ദൃശ്യ ആവിഷ്കാരത്തോടുകൂടി ഒരു കഥ. കൽബേ കരയാതെ. രചനാ സംവിധാനം അഫ്സൽ മിഖ്താർ. കലാസംവിധാനം സെയ്ദ് ഷാഫി. രംഗത്ത് റഫീഖ് മൊയ്തു, ഫഹദ് നോർത്ത്, ഇദ്രീസ്, സക്കരിയ, റഷീദ് മാലറ്റത്ത്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയത് അസൈനാർ മേപ്പയൂർ, അബൂഹുദ, ഫഹദ് നോർത്ത്, ഷഹീൻ മുഹമ്മദ് സഗീർ, റഷീദ് മാലറ്റത്ത്. കാണുക കൽബേ കരയാതെ. ജബ്ബാറെ, എന്താ നിനക്ക് പറ്റിയത്? ഞാനൊരു ശബ്ദം കേട്ടുന്നേ. കൃഷ്ണേട്ട, നിങ്ങൾ കേട്ടായിരുന്നാ? നീ വല്ല സ്വപ്നം കണ്ടോ? മേരാ ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ ഒച്ചെടുക്കുക. എന്നാലേ ഇന്ന് അർദ്ധരാത്രി മുതല് പെട്രോളിന്റെ വിലയും കൂടും, 100ന്റെ 50ന്റെ നോട്ടും ഇല്ലാതാക്കും. പിന്നെ 2-3 ദിവസമായി ഉറക്കത്തിൽ ഞാനിങ്ങനെ ഞെട്ടി എണീക്കിന് അർദ്ധരാത്രിയില്. എന്ത് സ്വപ്നം നീ കണ്ടത് ജബ്ബാറെ? കൊറേ ഓക്സിജൻ സിലിണ്ടറുകൾ എന്നെ പിന്നാലെ ഇങ്ങനെ കുത്താനിട്ട് ഓടിപ്പിക്കുക. നമ്മുടെ ദേശവാസികൾ ഒരു കാര്യേ, സമ്പാദിച്ച കാശ് കിട്ടാൻ ക്യൂ നിന്ന് ക്യൂ പോലെയായി. എന്നാ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചാലോ, അവൻ ദേശസ്നേഹമില്ലാത്തവനായി, അവൻ രാജദ്രോഹിയായി, പിന്നെ അവൻ പാകിസ്ഥാനിലോട്ട് പോകണമെന്ന്. പാകിസ്ഥാനിലേക്ക് എന്തിനാണ് പോണത്? പട്ടാണി റൊട്ടി തിന്നാനാ? ഈ ഗൾഫ് രാജ്യത്ത് നമ്മളെപ്പോലെ അനേകായിരം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേ കമ്പനിയിൽ ജോലി ചെയ്ത് ഒരേ മുറിയിൽ താമസിക്കുന്നു. നമുക്കിടയിൽ വല്ല പ്രശ്നമുണ്ടാ? അല്ലേ കൃഷ്ണേട്ടാ? അതെ അതെ, ഈ വർഗീയവിഷം തുപ്പുന്നവരും മതേതരത്വത്തിന് കളങ്കം വരുത്തുന്നവരൊക്കെ നമ്മുടെ രാജ്യത്ത് കൂടിക്കൂടി വരികയാണ്. നിരപരാധികളായ ആളുകളെ വേട്ടയാടപ്പെടുകയും പ്രതികരിക്കുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത അവസ്ഥ. കഷ്ടം. നമ്മുടെ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം ദിവസേന കൂടിക്കൂടി വരികയാണ്. എയർ ഇന്ത്യ 6 മണിക്കൂർ വൈകി. അപ്പൊ നമ്മുടെ നാസർ ഇന്നലെ പെട്ടിട്ടുണ്ടാകൂല്ലേ? നാസറിന്റെ ഭാഗ്യം. കഴിഞ്ഞ തവണ ഞാനേ എയർ ഇന്ത്യക്ക് കൊച്ചിക്ക് ടിക്കറ്റ് എടുത്തതാ. അവരെന്നെ കോഴിക്കോടാ കൊണ്ടിറക്കിയത്. അത് നിന്റെയും ഭാഗ്യ, ഇന്ത്യ വിട്ടു പോയില്ലല്ലോ. ഹലോ മച്ചു, ആടാ ഞാനാടാ ഷാനു. ഇവിടെ ഇങ്ങനെ പോണ് ബ്രോ, അടിപൊളിയാണ്. പിന്നെ മച്ചു, ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ വിട്ടായിരുന്നില്ല വാട്സപ്പില്, ബുർജ് ഖലീഫയുടെ താഴെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. അതെങ്ങനെയാ, പൊളിച്ചില്ലേ? താങ്ക് യുടാ, താങ്ക് യു ബ്രോ. പിന്നെ നാട്ടില് നിന്റെ കാര്യം കട്ട സീനാന്ന് കേട്ടല്ല. എന്താടാ പ്രശ്നം? ഞാൻ പറ്റുവാണെങ്കിൽ ഷെയ്ക്കിനോട് പറഞ്ഞിട്ട് നിനക്കൊരു വിസ ഒപ്പിച്ചു തരാം. ഇങ്ങോട്ട് കേറി പോര് മച്ചു, ഇവിടെ നമുക്ക് പൊളിച്ചടുക്ക. മച്ചു, നീ ചോദിച്ചാ ഞാൻ ചങ്ക് പറിച്ചു തരൂല മുത്തേ. നിനക്ക് എന്താ വേണ്ട ഞാൻ വരുമ്പോ? ഐ7 അതോ ഐപാഡാ? ഓക്കെടാ മുത്തേ, ഓക്കെ. എടാ ദുഷ്ടൻ ചങ്കേ, നീ ഏത് പാവത്തിനടന്ന് വിളിച്ച് പറ്റിച്ചത്? ദിവസവും നാട്ടിൽ 800-1000 പണിയെടുക്കുന്ന നിന്റെ കൂട്ടുകാരനക്ക് വെറും 1000 ദിർഹം ശമ്പളം വാങ്ങുന്ന നീ ഐപാഡ്, വിസ, ദയവേദാ ബുർജ് ഖലീഫ എഴുതി കൊടുക്കല്ലേട്ടാ. നിങ്ങള് സീനാക്കല്ലേ കൃഷ്ണേട്ടാ, ഇതൊക്കെ നമ്മുടെ ഒരു നമ്പർ അല്ലേ? ചക്കപ്പശയിൽ ഒട്ടിയ ഉറുമ്പിന്റെ കഥ പോലെയാണ് പ്രവാസം. ഇവിടെ ഒട്ടിയ ഉറുമ്പ് സുഖിച്ച് ജീവിക്കാണെന്ന് കരുതിയിട്ടേ അടുത്ത ഉറുമ്പും വിമാനം കയറും, അവനും ഇവിടെ ഒട്ടും. അങ്ങനെ കടവും ദൂർത്തും സുഖങ്ങളും ഒക്കെ ആയിട്ട് ഒരു തരം ജീവിതം. വാട്സപ്പിൽ നോക്കിയേ, ചക്കക്കുരുവിന് ഗ്യാസ് ഇല്ലാന്ന്. ഏതോരുത്തൻ വീട്ടിൽ വെറുതെ ഇരുന്ന് ഗ്യാസ് കയറിയപ്പോ വിട്ട മെസ്സേജാ. ഇവനിപ്പോ അതുകൊണ്ട് വേറെ ഗ്രൂപ്പിൽ കിടും. പിന്നെ നോക്കിയേ,
ചന്ദ്രനിൽ നിന്ന് ഒരു കല്ല് നാളെ ഭൂമിയിൽ പതിക്കും. ആരും വീടിന് പടച്ചോനെ, ഈ വാട്സപ്പ് മെസ്സേജ് പോലത്തെ ഒരു ഫിത്ന ഈ ദുനിയാവിലുണ്ടാ? ദേ ഇപ്പൊ തന്നെ ഈ മെസ്സേജ് എത്ര തവണ ഈ പല ഗ്രൂപ്പിൽ എന്റെ മൊബൈലിൽ വന്ന് പതിക്കണത്. പുറത്തിറങ്ങി പണിക്ക് പോവാൻ മടിയുള്ള ഏതോ ഒരുത്തൻ വീട്ടിലിരുന്നുണ്ടാക്കിയ കല്ല് വെച്ച നോണിയാണിത്. അല്ലേലും ഈ ഓൾഡ് ജനറേഷൻ ഒക്കെ എന്നും സോഷ്യൽ മീഡിയക്ക് എതിരല്ലേ? മോനെ ഷാനു, എന്തിന്റെയും നല്ല വശങ്ങള് നിങ്ങളെക്കാ കൂടുതല് ഞങ്ങൾ പഴയ തലമുറക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അല്ല, നമ്മുടെ കോയക്കാൻ എത്ര നേരമായിട്ട് കണ്ടില്ലല്ല? കോയക്കിന്ന് ഓവർ ടൈം ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പറഞ്ഞ് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. മോളുടെ കല്യാണത്തിന് നാട്ടിൽ പോകുന്നവരെ ഇനി എല്ലാ ദിവസവും ഓവർ ടൈം നിൽക്കുന്ന മൂപ്പര് പറയണത്. കോയക്കാട് മോളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. കോയക്കാട് മൊബൈലില് നല്ല മൊഞ്ചത്തി കുട്ടി. ഞാൻ ആലോചിക്കണത് അതല്ല, എന്നെ പോലെ സുമുഖനും സുശീലനും നല്ല പച്ച പരിഷ്കാരിയുമായ ഒരുത്തൻ ഇവിടെ ഉള്ളപ്പോ കോയക്കാട് മോൾക്ക് എന്തിനാ വേറൊരു പയ്യൻ? മോനെ ബ്രോ, അങ്ങേർക്ക് ആകെ ഉള്ളൊരു പുന്നാര മോളാ. നീ വാട്സപ്പിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യണ പോലെ അത്രക്കും നിസ്സാരല്ല ഈ കല്യാണം എന്ന് പറയണത്. എടാ മുത്തേ, ഒരു പെൺകുട്ടീനെ പോറ്റാനുള്ള പക്വതയും പാകതയും നിനക്കാവുമ്പോഴേ ഞങ്ങൾ പറയാട്ടാ. അതുവരെ നീ ഫേസ്ബുക്കിൽ സെൽഫി ഇട്ട് കളിക്കും അല്ലേ? അല്ലെങ്കിലും നിങ്ങൾ ഓൾഡന്മാർക്ക് ഞങ്ങൾ യൂത്തന്മാരോട് എന്നും കലിപ്പാണ്. കൃഷ്ണേട്ടാ, ഇവൻ വിചാരിച്ച മാതിരിയല്ല, 7 ഗ്രൂപ്പിന്റെ അഡ്മിനാ. ഊതല്ലേ ഊതല്ലേ. നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടേ 2000 കള്ളനോട്ട് പിടിച്ചു, പ്രതി ജബ്ബാറ് പിടിയിൽ എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ഇടും. മനസ്സിലായ? ജബ്ബാറെ, കൃഷ്ണേട്ടാ ഒന്നോട് വന്നേ. നമ്മുടെ കോയക്കാട് മോള് ഒരുത്തനെ കൂടെ ഒളിച്ചോടി പോയെന്ന്. പടച്ചോനെ, എന്നിട്ട് നാട്ടീന്ന് സുബൈർ വിളിച്ചതാ. കോയക്കാട് മൊബൈൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫാ. മൂപ്പര് ഇതിന് പണിഞ്ഞെത്തിയില്ലേ? മൂപ്പര് മൊബൈല് താഴെ വീണ് പൊട്ടിയിട്ട് റിപ്പയർ ചെയ്യാൻ കടയെ കൊടുത്തിരിക്കുന്നതാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. പടച്ചോനെ, മൂപ്പര് പണി കഴിഞ്ഞു വരുമ്പോ എങ്ങനെയാ ഇത് പറയാ? ഓ, കൈയും കാലും തളരുന്നല്ല റബ്ബേ. ഞാൻ പോണ് കൃഷ്ണേട്ടാ, എനിക്കിത് കോയക്കാട് പറയാൻ മനക്കരുത്തില്ല. ദേ വാട്സപ്പില് ഫോട്ടോവും മെസ്സേജും വന്നു. ഈ നിക്കുന്നവന്റെ കൂടെ പോയത്. എന്തൊരു കഷ്ടാന്ന് നോക്കിയേ. പാവം കോയക്ക. ഈശ്വര, എന്തൊക്കെ അസുഖങ്ങളുള്ള മനുഷ്യനാ. എങ്ങനെയാ ഇതൊന്നും നമ്മ കോയക്കാനോട് പറയ ജബ്ബാറെ? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ദേ കോയക്ക വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ, എല്ലാരും ഉണ്ടല്ലോ. എന്താന്നറിയില്ല, മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു ക്ഷീണം. മൊബൈൽ കേടായത് കാരണേ നാട്ടിലേക്ക് വിളിച്ചിട്ടുമില്ല. നമ്മുടെ മുഹമ്മദ് കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിരുന്നേ, ഇന്നാ കിട്ടിയത്. അവൻ 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്താ മതി. എന്റെ മോളെ കല്യാണത്തിലുള്ളത് പെറുക്കിക്കൂട്ടി വെക്കുക. ഇതാ ഇതിലുണ്ടാകും 1000 1100 ഉറുപ്പിക. കഴിഞ്ഞ പ്രാവശ്യം കുടുക്ക പൊട്ടിച്ചപ്പോ മോൾക്കൊരു മാല വാങ്ങിയതാ. എന്താടാ നിങ്ങളാരും മിണ്ടാത്തെ? കൃഷ്ണ, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നീ പറയ ജബ്ബാറെ, എനിക്ക് വയ്യ. എന്താടാ ജബ്ബാറെ, നിനക്ക് കാശ് വല്ലതും കടം വേണോ? ദാ ഇത് പിടി, 1000 ഉണ്ട്. നീ കൃഷ്ണേട്ടാ, നിങ്ങള് പറ. അത് പിന്നെ കോയക്ക, നിങ്ങൾ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനിത് പറയുമ്പോ നിങ്ങൾ വിഷമിക്കരുത്. എന്താ കൃഷ്ണ, നീ തെളിച്ചു പറ. കോയക്കാട് മോള് ആരുടെ കൂടെ പോയി കോയക്ക? നാട്ടിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അഷ്റഫായി ഇവിടെ വന്ന് പറഞ്ഞത്. എന്താടാ കൃഷ്ണ, നീ എന്തായി പറയുന്നത്? എന്തിനാടാ അവൾ എന്നോട് ഇത് ചെയ്തത്? അവൾക്ക് ഞാൻ എന്താ കൊടുക്കാതിരുന്നത്? അവളുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി കൊടുത്തില്ലേ കൃഷ്ണ? ഞാൻ ഈ മരുഭൂമിയിൽ ചോര നീരാക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. എന്നിട്ടും യാ അല്ലാഹ്,
കോയക്ക, നിങ്ങൾ സമാധാനായിട്ടിരിക്കും. മനസ്സ് വേദനിപ്പിച്ച് വെറുതെ അസുഖം കൂട്ടണ്ട. കാക്കയും പരുന്തും കൊത്താതെ നിങ്ങൾ എത്ര പൊന്നു പോലെയാണ് നിങ്ങളെ മോളെ നോക്കിയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കോയക്ക. വിധി അല്ലാതെ എന്തെന്നാ പറയാ. ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന ഈ പെൺകുട്ടികള് പടച്ചോനെ മറക്കുക, സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും മറക്കുക. ഇനി നാട്ടുകാർ മുഴുവൻ കുറ്റം പറയുന്നത് ഈ പാപം ബാപ്പാനെ ആയിരിക്കും. എന്തൊരു കഷ്ടമാ മക്കളേത്. ഇതേ ഇവിടത്തെ ചൂട് തട്ടിയ അവള് വളർന്നത്. ഓരോ തവണ ലീവിന് പോകുമ്പോഴും ഉടുപ്പും കളിപ്പാട്ടങ്ങളും പെട്ടി നിറച്ചും കൊണ്ടുപോയിരുന്നു ഞാൻ. ഇത് കണ്ടോ, കയ്യിൽ കിട്ടുന്ന ഓരോ ദിർഹവും ചിലവാക്കാതെ ഞാൻ അവൾക്ക് വേണ്ടി സമ്പാദിച്ചതാ. ഞാനൊരു കുപ്പൂസ് പാക്കറ്റ് വാങ്ങുമ്പോ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയെന്ന് പറഞ്ഞ് നീ എന്നെ കളിയാക്കാറില്ലേ കൃഷ്ണ? എന്റെ ഭാര്യ, അവളെ ഒരിക്കലും ഞാൻ കുറ്റം പറയും. അവൾ എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചതെന്ന് എനിക്കറിയാം. മക്കൾ ഇങ്ങനെയായാൽ എന്താണോ ചെയ്യുക? കുറ്റം മുഴുവൻ മാതാപിതാക്കൾക്കല്ലേ? ഹലോ ഹലോ ഐഷത്ത, ഞാനാ കോയക്കാട് റൂമിലെ ഷാനു. ആ കോയക്ക ഇവിടെ അടുത്തുണ്ട്. ഞാൻ കൊടുക്കാം. കോയക്ക, ഐഷത്തയാ. ഹലോ ആയിഷ, കരയല്ലേ ആയിഷ, കരയല്ലേ. അവള് പോയി അല്ലേ? ഈമാനുണ്ടായിരുന്നാലും തെക്കുവയില്ലാത്ത മനസ്സിലേക്ക് ഇബ്ലീസ് പെട്ടെന്ന് കയറും അല്ലേ ആയിഷ? ആയിഷ, നീ എന്താ ഒന്നും പറയാത്തത്? കോയക്ക, ഷാനു, നീ പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. പടച്ചോനെ, കോയക്ക കോയക്ക കോയക്ക. കോയക്കയുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേലെ പേമാരി പെയ്തിറങ്ങിയിട്ട് ഇന്നേക്കൊരാഴ്ച കഴിഞ്ഞു. എന്താണ് കോയക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ? അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ഒരിക്കൽ കൂടി. ഹലോ, ഞാനാ ജബ്ബാർ. ഇല്ല, ഡിസ്ചാർജ് ആയിട്ടില്ല. ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു. സംസാരിക്കാൻ കഴിയുന്നില്ല. തലയില് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടത്രേ. നാട്ടിലേക്ക് കൊണ്ടുപോകാനാ ഡോക്ടർമാര് പറഞ്ഞത്. ഞങ്ങള് ടിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങള് നാളെ രാവിലെ എയർപോർട്ടിൽ വണ്ടിയായിട്ട് എത്തിയാൽ മതി. വണ്ടി ആംബുലൻസ് വേണം, മറക്കണ്ട. എന്നാ ശരി. വലൈക്കും സലാം. പ്രവാസിയെന്നുള്ള മൂന്നക്ഷരം ചേർത്ത് സാഹസം തീർത്തവൻ ഗൾഫുകാരൻ. കൃഷ്ണ, നമ്മളൊക്കെ നാട്ടിലേക്ക് ഏത് കോലത്തിലാ പോവാന്ന് ആർക്കാ അറിയാ? കുടുംബത്തെ നോക്കാൻ കുടുംബജീവിതം കളയുന്ന മണ്ടന്മാരല്ലേ കൃഷ്ണ നമ്മള്? ഒടുവില് കുറെ അസുഖങ്ങളുമായി നാട്ടിലേക്ക് എത്തുമ്പോ നമ്മളെ ആർക്കും വേണ്ടടോ. ഇത്തവണ നാട്ടിലേക്ക് പോകുന്നത് മകളുടെ കല്യാണത്തിനാ. കടം വീട്ടാൻ തിരിച്ച് വന്നല്ലേ മതിയാകൂ. എല്ലാം ശരിയാവും ഇൻഷാ അല്ലാഹ്. നനവാർന്ന നിലവുകൾ കുറവയായി കിനിയുവാൻ പരദേശി ജീവിതം ത്യജിച്ചവൻ ശില്പി. മരുവിന്റെ ചെരുവിൽ